ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല പറ്റിയ ഒരു സ്നാക്കാണിത്. ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമാവുകയും ചെയ്യും. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങളാരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ 2 സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ പാനിലേക്ക് ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. നെയ്യൊക്കെ ഒന്ന് ഉരുകി ചൂടായിട്ട് വരണം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് മൂപ്പിക്കേണ്ട കാര്യമില്ല, ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുത്താലും മതിയാവും. കിസ്മിസിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂനട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വാട്ടിയെടുക്കാം. കാഷ്യൂനട്ടൊക്കെ ഒന്ന് വാടി വന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങ ചേർക്കാം. 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയും കൂടെ ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഒന്നും കളറ് മാറി ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. ഈ നെയ്യുടെ ഫ്ലേവർ ഈ പലഹാരത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പരുവം പോലെ ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചതും 1 സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കുക. മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളറൊന്നും മാറിയിട്ടില്ല, ഒന്ന് മൂത്ത് മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ പാനിലേക്ക് തന്നെ നമുക്ക് ശർക്കര ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ശർക്കര ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ശർക്കര ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പോലെ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാകമൊന്നും നോക്കേണ്ട കാര്യമില്ല, ശർക്കര ഒന്ന് ഉരുകി കിട്ടിയാൽ മതിയാവും. ഇതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തിളച്ച് വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതും മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിപ്പൊടി അളന്നെടുത്തത് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കാഷ്യൂനട്ടിൻ്റെയും മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി അരിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്കിതിപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ 1 കപ്പ് ശർക്കരപ്പാനിയുണ്ട്. ഇളം ചൂടോടെ തന്നെയാണ് ശർക്കരപ്പാനി ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് നല്ല കുറുകിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതൊന്ന് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കലക്കിയെടുക്കണം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്തിട്ട് ചെയ്യരുത്. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒറ്റയടിക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മാവ് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഇതേപോലെ വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. എനിക്കിന്നിപ്പം മൊത്തം നമ്മൾ ഒഴിച്ച ശർക്കരപ്പാനി കൂടാതെ 1/2 കപ്പ് വെള്ളവും അതേപോലെ തന്നെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടിയാണ് വേണ്ടി വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവിരിക്കാൻ. നമ്മളെടുക്കുന്ന അരിപ്പൊടി അനുസരിച്ചിട്ട് വെള്ളത്തിന് കുറച്ചൊക്കെ വ്യത്യാസം വരാം. ഇനി ഇത് ആവി കയറ്റിയെടുക്കണം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു പാത്രത്തിൽ നെയ്യൊക്കെ തൂത്ത് വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇഡ്ഡലി പാത്രം അടച്ചു വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വെന്ത് കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കുക. ഒരു 20-25 മിനിറ്റ് വേണ്ടി വരും. എനിക്കിപ്പോൾ ഇതാ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നു കഴിയുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നുള്ളി ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കാതെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. നമുക്കിനി മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.